സംസ്ഥാനത്താകെ അലയടിച്ച് UDF തരംഗം. 10 വർഷത്തിന് ശേഷം 102 സീറ്റുകളുമായാണ് UDF കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ എത്തുന്നത്. 3 മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറന്ന് BJPയും മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ LDF 35 സീറ്റുകളിലേക്ക് ഒതുങ്ങി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായതോടെ UDFന് അനുകൂലമായ ശക്തമായ തരംഗം പ്രകടമായി. വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നേടുന്ന പ്രവണത വ്യക്തമായിരുന്നു. തുടക്കത്തിലെ ഈ ലീഡുകൾ പിന്നീട് പല മണ്ഡലങ്ങളിലും നിലനിർത്താനായതോടെയാണ് UDF സംസ്ഥാനത്ത് ഭരണം ഉറപ്പിച്ചത്. ആദ്യ മണിക്കൂറുകളിൽ ഇടതു വലതു മുന്നണികൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ പിന്നീട് പല മണ്ഡലങ്ങളിലും ലീഡ് മാറി മാറി വന്നതോടെ ഫലപ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചെങ്കിലും ക്രമേണ UDF ലീഡ് വൻതോതിൽ ഉയർത്തി. കോട്ടയം, ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് ജില്ലകളിൽ UDFന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണാനായത്. 2021 99 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ തുടർഭരണം നേടിയ LDFന് ഇത്തവണ 35 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എത്ര വലിയ തിരിച്ചടികൾ ഉണ്ടായാലും കൈവിടില്ലെന്ന് കരുതിയ തൃക്കരിപ്പൂരും തളിപ്പറമ്പും പയ്യന്നൂരും നേരിടേണ്ടി വന്ന പ്രതീക്ഷിത തിരിച്ചടി LDFന് കനത്ത പ്രഹരമായി. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ പിന്നിലായതും LDF നേതൃത്വത്തെ ഞെട്ടിച്ചു. A ക്ലാസ് മണ്ഡലം എന്ന പരിഗണന ഇല്ലാതിരുന്ന ചാത്തന്നൂരിൽ നേടിയ അട്ടിമറി ജയം ഉൾപ്പെടെ കഴക്കൂട്ടത്തും നേമത്തുമടക്കം 3 മണ്ഡലങ്ങളിൽ വിജയിച്ച് NDAയും കരുത്തുകാട്ടി. ആലപ്പുഴ ജില്ലയിലും അട്ടിമറി വിജയങ്ങൾ നേടാൻ UDFനായി. അരൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, ഹരിപ്പാട്, കുട്ടനാട് മണ്ഡലങ്ങളിൽ UDF വിജയിച്ചപ്പോൾ ചേർത്തല, ചെങ്ങന്നൂർ, മാവേലിക്കര മണ്ഡലങ്ങൾ കൊണ്ട് LDFന് തൃപ്തിപ്പെടേണ്ടി വന്നു.